ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. അപ്പം ഇന്ന് ഒരു കരുനാരങ്ങ അച്ചാറിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞങ്ങളിവിടെ കരുനാരങ്ങ എന്നാ പറയുക, നിങ്ങളുടെ ഇവിടെ എന്താ പറയുകയെന്നറിയില്ല. എന്താ പറയുക കമൻറ്റ് ഇടാം കേട്ടോ. കരുനാരങ്ങ അപ്പോൾ നമ്മൾ അച്ചാറിടാൻ പോകണം. 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം ഞാനിപ്പോൾ എടുത്ത് കൈ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അച്ചാറിടാം. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അച്ചാറിടുന്നത് അമ്മയല്ല, അച്ഛനാണ് അച്ചാറിടുന്നത്. അപ്പം വെറൈറ്റി അച്ചാറായിരിക്കും, അറിയില്ല എനിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കരുനാരങ്ങ മണ്ടയെല്ലാം ചെത്തി റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ആവശ്യത്തിനുള്ള കരിവേപ്പില നമ്മളിപ്പം അമ്മയുടെ പറമ്പിൽ പോയി കട്ട് പറിച്ചു. അപ്പം ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ നാരങ്ങ മുഴുവൻ അരിഞ്ഞു. അതിന് ശേഷം അതിനകത്ത് ചേരേണ്ട ചേരുവകളാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ആവശ്യത്തിന് ഓക്കെ, ഒരു പിടി കരിവേപ്പില. ഇത് പുരട്ടി വെക്കുമോ? ഇപ്പം മഞ്ഞപ്പൊടി പിടിക്കണം. അപ്പം ഇത് മഞ്ഞ കളറായിട്ട് ഇരിക്കും. എന്നിട്ട് ഇത് മൂടി വെക്കണം. അരിഞ്ഞു വെച്ച കരുനാരങ്ങയിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒരു 1 അവറോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് അടുത്ത ചേരുവകൾ ചേർക്കുക. എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി പൗഡറാണ് ഇപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിനും നമ്മുടെ ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഭാഗത്തിനുള്ളതാണ് ചേർക്കുന്നത് ഇവിടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. കായം ഓൾറെഡി ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. മുളക് പൊടി നമ്മൾ 2 തരത്തിലുള്ളത് ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഇത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട്. എരിവനുസരിച്ച് നിങ്ങൾക്കത് വേണോ വേണ്ടയോ തീരുമാനിക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വറ്റൽമുളക് അത്യാവശ്യം നല്ലപോലെ മൂത്ത് ഈ ഒരു നിറം വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് വാരി എറിയുക. അച്ഛൻ്റെ സ്റ്റൈലിലുള്ള ഏരിയയിലായിരുന്നു അത്. കരിവേപ്പില ഓൾറെഡി നമ്മൾ അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും വീണ്ടും നമ്മൾ അച്ഛൻ കരിവേപ്പില ഉപയോഗിക്കും. കരിവേപ്പിലയാണ് മെയിൻ ഐറ്റം. കരിവേപ്പില സ്വാദിന് ബെസ്റ്റാണ്, ആരോഗ്യത്തിനും ബെസ്റ്റാണ്. പക്ഷേ ലാസ്റ്റ് നമ്മൾ കളയും. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ ചേർക്കുവാണ്. ക്യാരറ്റ് ഓക്കെ, അത്രയും കഴുകി നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം. നിങ്ങൾക്ക് ചാറധികം വേണമെങ്കിൽ അധികം വെള്ളം ഒഴിക്കാം, ചാറധികം വേണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ നമ്മളെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഈ സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പോ കായമോ ഒക്കെ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇനിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് നല്ലപോലെ തിളച്ച് നല്ല കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ടേസ്റ്റിൽ വ്യത്യാസം വരത്തില്ലേ? ഇല്ല. നമുക്കിപ്പോൾ ഇച്ചിരി കയ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കണം. അത് ഓപ്ഷണലാണ്. അതെ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചല്ലേ. കയ്പ് ഇഷ്ടമുള്ള അതെ, അപ്പം കയ്പ് ഇഷ്ടമുള്ളവർക്ക് ഒന്നും ചേർക്കണം എന്നില്ല. കയ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ വേറൊരു വ്യത്യാസം വരും. അപ്പം അമ്മ ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് അമ്മ അഭിപ്രായം പറയാൻ നോക്കിയിട്ട്. അതെ, ഉപ്പ് വേണമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ആവശ്യത്തിനനുസരിച്ച് അമ്മ ഉപ്പിടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്, കായം ചേർക്കുകയാണ്. കായം കുറവായിരുന്നു. ഉപ്പും കായവും നമ്മൾ ചേർത്തിരിക്കുന്നു. ഇച്ചിരി പഴുത്ത നാരങ്ങയായിരുന്നു കേട്ടോ നമ്മുടെ, അതുകൊണ്ട് ഇച്ചിരി പുളി ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കറുനാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കറുനാരങ്ങ അച്ചാർ, കണ്ടോളൂ. അപ്പം അച്ഛൻ പറഞ്ഞത് ഇത് കല്യാണ സദ്യകൾക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് കറുനാരങ്ങ അച്ചാർ എന്നാണ് പറഞ്ഞത്. എനിക്കിതേപ്പറ്റി വലിയ അറിവില്ല. അച്ഛനാണ് ഉണ്ടാക്കിയത്. അച്ഛൻ ഓരോന്ന് ചെയ്തു. അത് ഞാൻ പുറകിലിരുന്ന് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തവണ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമായി. അപ്പം ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ടും അല്ലെങ്കിൽ ഫാമിലി വ്ളോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.